മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ ഇത്തവണയും CPM-നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നയിക്കുക? ഈ ചോദ്യത്തിനാണ് എല്ലാവരും ഉത്തരം തേടുന്നത്. കാരണം ഇത്തവണ തദ്ദേശ ഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയിട്ടുള്ള മേൽക്കൈ എന്ന് പറയുന്നത് വളരെയധികം ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ ആശങ്കയിൽ ഭീതിയിലൊക്കെ ആഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഭീതി അങ്ങോട്ട് പുറത്തോട്ട് കാണിക്കാൻ കഴിയില്ല CPM-ന്. കാരണം CPM അല്ലേ കേഡർ പാർട്ടിയാണ്, എന്ത് വന്നാലും നെഞ്ചും വിരിച്ച് നേരിടും എന്നുള്ളതാണ് അവരുടെ ഒരു ശൈലി. കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ കിടുകിടുപ്പുണ്ടെങ്കിൽ ഇവർക്ക് കാണിക്കാൻ പറ്റാത്തതിൽ നമുക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു പ്രചാരണം ആരെ മുൻനിർത്തിയാകും എന്നുള്ളത് വളരെ കടുകട്ടിയായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന് കാണിക്കാൻ മറ്റു മുഖങ്ങളുണ്ടോ എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ LDF പ്രചാരണം നയിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ആശങ്കയൊന്നും വേണ്ട എന്ന് പറയുമ്പോഴും മാറ്റേണ്ടതില്ലേ? ഒരു പരാജയ ഭീതി CPM-ന് ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരും ഏറെയാണ്. എന്തായാലും ഇതിലൊരു വ്യക്തത എന്ന് പറയുന്നത് CPM-ന്റെയോ LDF-ന്റെയോ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഈ CPM-ന്റെ ഒരു രീതി അനുസരിച്ച് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഉള്ളവരാണ് നിയമസഭാ ടീമിനെ സാധാരണ നയിക്കേണ്ടത്. പക്ഷേ പൊളിറ്റ് ബ്യൂറോയും CPM-ഉം LDF-ഉം എന്ന് വേണ്ട, എല്ലാം തന്നെ ആകമാനം എല്ലാം പിണറായിയുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇതിലേക്കൊരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ്. പിണറായിയെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള PB അംഗങ്ങളിൽ MA ബേബി ഉണ്ട്. ജനറൽ സെക്രട്ടറിയാണ് MA ബേബി. അതുകൊണ്ട് മത്സരിക്കാൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. സംസ്ഥാന സെക്രട്ടറിയായ ശേഷം മന്ത്രിസ്ഥാനം രാജിവെച്ച് MLA ആയി തുടരുന്ന MV ഗോവിന്ദൻ ഒഴിഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ഗോവിന്ദൻ നിന്നാലും ആര് വോട്ട് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം വേറെയാണ്. ഡൽഹിക്ക് മടങ്ങിയ PB അംഗം A വിജയരാഘവനെ തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നവരുമുണ്ട്. അങ്ങനെ ഉയർത്തിയാലും A വിജയരാഘവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ 1/4 നൂറ്റാണ്ടായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പാർട്ടിയെ അടക്കി ഭരിക്കുകയാണ്. 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. ഈ ഖ്യാതി മറ്റേതെങ്കിലും ഒരു സഖാവിനുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിയിൽ എനിക്ക് തെളിയുന്നില്ല. എന്തായാലും ഇത് അടക്കി ഭരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയനെ എതിർത്ത് പറയാൻ തക്ക ശേഷിയുള്ള ഒരു ഒരു തരിമ്പ് പോലും, ഒരു കുഞ്ഞു തളിര് പോലും ആ പാർട്ടിയിലില്ല എന്നുള്ളതാണ്. എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നവരുമാണ്. അപ്പോൾ മറ്റൊരു നേതാവും തുടർച്ചയായിട്ട് 25 വർഷം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള കയ്യാളൽ നടത്തിയിട്ടുണ്ടോ പിണറായിയെ പോലെ എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുന്നവർക്ക് പോലും അത് സംശയമാണ്. സാങ്കേതികമായിട്ട് CPM പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉടനീളം നമ്മൾ കണ്ടത് ഇതെല്ലാം എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്, അതായത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ മത്സരിക്കണമെങ്കിൽ 2 ടേം നിബന്ധന എന്ന് പറയുന്നതും വലിയ ഇളവ് കൊടുക്കേണ്ടി വരും. ധർമ്മടത്ത് നിന്ന് തുടർച്ചയായിട്ട് 2 ടേം തന്നെ പിണറായി മത്സരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇളവ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. 2021 ആ ഇളവ് നൽകാതെ ഉന്നതരായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ പോലും മാറ്റി നിർത്തിയത് കണക്കിലെടുക്കുമ്പോഴാണ് ഈ ഒരു തീരുമാനത്തിന്റെ ഗൗരവം കൂടുന്നത് എന്ന് പറയാതെയും വയ്യ. 2 സാധ്യതകൾ CPM-ന് മുൻപിൽ നിൽക്കുന്നുണ്ട്. അതിലൊന്ന് പിണറായിയെ ധർമ്മടത്ത് മത്സരിപ്പിച്ച് മുന്നണിയുടെ ചുക്കാൻ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന് പ്രചാരണം നടത്തുക എന്നുള്ളതാണ്. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം, മത്സര രംഗത്ത് നിന്ന് പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ CPM-ന് നട്ടലുണ്ടോ, ആർജവമുണ്ടോ എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം സത്യത്തിൽ പിണറായി തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ മുഖം. വളർത്തിയെടുക്കാനാണെങ്കിലും തവിടും പിണ്ണാക്കും ഒക്കെ കൊടുത്ത് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ പോലും പേരിന് പോലും ഒരു ഉശിരുള്ള ഒരെണ്ണം ആ പാർട്ടിയിൽ കാണണമല്ലോ.
അങ്ങനെ ഒരു പാർട്ടിയിൽ ഈ വിടുവായുത്തം പറയുന്ന അല്ലെങ്കിൽ ചതുര വടുവൊത്ത ഭാഷയിൽ കുറച്ചു നേരം പ്രസംഗിക്കാൻ അറിയാവുന്ന ചില പീക്കിരി നേതാക്കൾ ഉണ്ട് എന്നുള്ളതല്ലാതെ പിണറായിയെ പോലെ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അത് തന്നെയാണ് ഈ CPM-ന്റെ ഇപ്പോഴത്തെ ഒരു ഭീതി എന്ന് പറയുന്നത്. കാരണം ഇത്രയൊക്കെ ഇത്രയൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വന്നതിന് ശേഷം ആകമാനം CPM-ന്റെ ഒരു തട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. ആ തട്ട് താഴൽ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. UDF-നുണ്ടായ മുന്നേറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ LDF ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അതായത് മാറി നിന്ന് പ്രചാരണം നടത്തുകയാണ് പിണറായി എങ്കിലും LDF ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിക്കാൻ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കാൻഡിഡേറ്റ് ഒന്നുമില്ല, ഒരു മുഖമില്ല CPM-ന് പിണറായി മാറിയാൽ എന്നുള്ളത്. മത്സരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിണറായിയെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളുടെ ആക്ഷേപങ്ങളുടെയൊക്കെ ഒരു തോത് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയും പിണറായി മത്സരിക്കുന്നത് അധികാരമില്ലെങ്കിൽ പിണറായിക്ക് നേരെ ഉണ്ടാകാവുന്ന കേസുകൾ, കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എല്ലാം ഉണ്ടാകാം എന്നുള്ളത് അടിച്ചമർത്താൻ വേണ്ടിയാണ് എന്നുള്ള പരക്കെ ഒരു സംസാരമുണ്ട്. അതിൽ കാര്യമില്ലാതില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, പരാജയ ഭീതി മൂലം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് CPM പിണറായിയെ മാറ്റി എന്നുള്ള ഒരു പ്രചാരണം വലിയ രീതിയിൽ അഴിച്ചുവിടാനായിട്ട് UDF-ന് സാധിക്കുകയും ചെയ്യും. അത് വലിയ തോതിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് UDF-ന് ഗുണം ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. മറ്റൊന്ന്, മുന്നണി തോൽക്കുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരാനുള്ള സാധ്യതകളും ഇവിടെയുണ്ട്. അല്ലെങ്കിൽ MLA ആയി തുടരാം. ഇതിനോട് പിണറായിക്ക് സ്വാഭാവികമായും താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ഇത് എന്തായാലും അന്തിമ തീരുമാനം ഇതെല്ലാം നോക്കി തന്നെ ആയിരിക്കും CPM എടുക്കുക എന്നുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി താൽക്കാലികമാണെന്നും തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ CPM-ന്റെ പോക്ക് അല്ലെങ്കിൽ LDF-ന്റെ പോക്ക് എന്നുണ്ടെങ്കിലും LDF-ലെ ഘടകകക്ഷികൾക്ക് പോലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ തുടർന്നുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ, കേസുകൾ, അതിനെ തുടർന്ന് CPM നേതാക്കൾ അറസ്റ്റിലാകപ്പെട്ടിട്ടുള്ള സാധ്യതകൾ, ഇതൊക്കെ വരുമ്പോൾ അതിൽ LDF-ൽ തന്നെ വലിയ രീതിയിലുള്ള മുറുമുറുപ്പുണ്ട്. അപ്പോൾ CPM നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്. അപ്പോൾ പിണറായി പ്രതിപക്ഷ നേതാവാകുക എന്ന് പറയുന്നതിലേക്ക് ഒരുപക്ഷെ ഒരു ചേർന്ന് നിൽക്കലുണ്ടെങ്കിലും MLA ആയിട്ടൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നിരുന്ന പിണറായി, അതും 2 ടേം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നിരുന്ന പിണറായി MLA ആയിട്ട് പോവുക എന്ന് പറയുന്നതിലേക്ക് ഒരിക്കലും അധികാരത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ അത്യാഗ്രഹമുള്ള പിണറായിക്ക് അതിന് സാധിക്കുന്നതുമല്ല. അപ്പോൾ ധർമ്മടത്ത് പിണറായി മത്സരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചോദ്യം ഉയരുന്നത്. മറ്റൊന്ന്, ധർമ്മടത്ത് പിണറായി അല്ലെങ്കിൽ മറ്റാരെ മത്സരിപ്പിക്കും? പിണറായിയെ തന്നെയാണ് മത്സരിപ്പിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, പിണറായിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ മുഖം എന്നുണ്ടെങ്കിൽ, പിണറായിക്ക് ധർമ്മടമല്ലാതെ മറ്റേത് സീറ്റാണ് നൽകാൻ പോകുന്നത് എന്നുള്ളതും ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കേഡർ പാർട്ടി സംവിധാനമുള്ളതാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ അവരുടെ തീരുമാനം അവരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടേണ്ടതുമാണ്.